ഹായ് എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. സത്യത്തിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു 50% ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഒരു 50% അങ്ങനെ ഇല്ല, അങ്ങനൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നത്. പിന്നെ ഈ 50% ഭരണവികാര വിരുദ്ധത ഉണ്ടായി എന്ന് പറഞ്ഞത് ഈ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രികയിലുണ്ടായ വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനത ഒന്നടങ്കം UDFന് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇവരുടെ, അതായത് ഈ UDFൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് എടുത്തു പറയുന്നത് KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര. ഇത് ഈ ഒരു വാഗ്ദാനം 2 വട്ടം ആലോചിക്കേണ്ടിയിരുന്നതാണ്. കാരണം ഈ ബസ്സിൽ സൗജന്യ യാത്ര നൽകുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പക്ഷേ ഈ വാഗ്ദാനം കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ എല്ലാ സാധനങ്ങൾക്കും മുടിഞ്ഞ വിലക്കയറ്റാണ്. ഏതൊരു സാധനം എടുത്തു നോക്കിയാലും കൈ പൊള്ളുന്ന വിലയാണ്. സ്വാഭാവികമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ബസ്സിലെ മിനിമം ചാർജൊക്കെ എന്ന് പറയുന്നത് 12 രൂപ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഇത്രയും ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കൂടുതലായിട്ടുള്ള ഒരു പൈസ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലേ, നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ, പോയി വരണമെങ്കിൽ പൈസ ഒന്നും വേണ്ട, ആധാർ കാർഡ് മതി. ശരിക്കും ഈ ഒരു വാഗ്ദാനം തന്നെയാണ് കോൺഗ്രസിനെ ഭരണത്തിലെത്തിച്ച ഒന്നാമത്തെ ഘടകം. ഇനി ഈ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ ബസ് യാത്ര അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ അംഗീകരിക്കുമ്പോഴും നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതത്ര പ്രാവർത്തികമല്ല. കാരണം ഈ LDF സർക്കാർ ഭരിച്ചിരുന്ന ആ സമയത്ത് കേരളത്തിൽ പൊതുകടം ഏറെയുണ്ടെന്ന് വാർത്തകൾ ഒരുപാട് വന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വരുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ KSRTCനെ കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാം. വളരെയേറെ കടത്തിലും അതുപോലെ തന്നെ സാലറി കിട്ടാതെ കുറേയേറെ KSRTCയിലത്തെ ജീവനക്കാർ ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ വാർത്തകൾ കേട്ടാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ KSRTCയിൽ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ എന്തോ ഒരു ആശങ്കയ്ക്ക് വകവെക്കുന്നുണ്ട്. കേരളത്തിലെ ഭാരിച്ച പൊതുകടം പോലെ തന്നെയാണ് കേരളത്തിലെ ഓടുന്ന KSRTCൻ്റെ അവസ്ഥയും. അതിനിടക്ക് എണ്ണയടിച്ച് നെട്ടോട്ടം ഓടുന്ന KSRTCയിൽ സൗജന്യ ബസ് യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്നത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചതിന് തുല്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ സൗജന്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു 60-65 വയസ്സിന് മുകളിലുള്ള വയോധികർക്കായിരിക്കണം. അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്ക്, അവർക്കൊക്കെ ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് നല്ലതായിരിക്കും. അല്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്ന് പറയുന്നത് അതെന്താ, പുരുഷന്മാർ ടാക്സ് നടക്കുന്നില്ലേ? അവർ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിലെ സാമൂഹ്യ ജീവി തന്നെയല്ലേ. സ്ത്രീകളായാലും പുരുഷന്മാരായാലും എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ടാക്സ് അടച്ചുകൊണ്ട് തന്നെയല്ല വാങ്ങുന്നത്. അപ്പോൾ സ്ത്രീകൾക്കൊരു സൗജന്യ ബസ് യാത്ര എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഞാനിതിപ്പോൾ പറയാൻ കാരണം, കർണാടകയിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകിയപ്പോൾ ഞങ്ങളെ കടയിലേക്ക് വരുന്ന BMTCയിലത്തെ ഡ്രൈവർമാരും കണ്ടക്ടർമാരൊക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ, ഈ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചുകൊണ്ട് അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ പങ്കുവെക്കാറുണ്ട്. ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനൊരു വാഗ്ദാനം വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ UDFൻ്റെ മറ്റൊരു വാഗ്ദാനം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്ക് മാത്രം 1000 രൂപ എല്ലാ മാസവും കൊടുക്കുന്നു. അതെന്താ വിദ്യാർത്ഥിനികൾക്ക് മാത്രം കൊടുക്കുന്നത്? ആൺകുട്ടികൾക്ക് കൊടുക്കേണ്ടി പാടില്ല? ഈ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന ആൺകുട്ടികൾക്ക് ഇതൊന്നും അർഹമല്ലേ? അവരർഹരല്ലേ? ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും ഈ നിങ്ങൾ അനുവദിച്ച 1000 രൂപ വാങ്ങാൻ അർഹരല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതായത് ഈ സ്റ്റൈപ്പൻഡ് 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 2 പേർക്കും കൂടി കൊടുക്കുക. അതല്ല ഒരു മര്യാദ. 2 പേരും കുട്ടികൾ തന്നെയല്ലേ? ഒന്നുകിൽ 2 പേർക്കും കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ UDFൻ്റെ മറ്റൊരു വാഗ്ദാനമാണ് എല്ലാ കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ്. 25 ലക്ഷം വരെ ഒരു കുടുംബത്തിന് ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ട് അനുവദിക്കുമെന്നാണ് അവർ പറയുന്നത്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. കാരണം ആശുപത്രിയിൽ പോകാനും
മരുന്ന് വാങ്ങാനും ചികിത്സ തേടാനും പൈസ ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ആനുകൂല്യം ഓരോ കുടുംബത്തിനും ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ട് 25 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നത് നല്ല കാര്യമാണ് അല്ലേ? ഇങ്ങനൊരു ഇൻഷുറൻസ് നിലവിൽ വരികയാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരായ ഒരുപാട് പേർക്ക് ആത്മധൈര്യം ഉണ്ടാക്കി കൊടുക്കും. എന്തും അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം താനേ കൈവരും. ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ UDF സർക്കാരിൻ്റെ മറ്റൊരു വാഗ്ദാനമാണ് തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, അതായത് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് 5 ലക്ഷം വരെ പലിശരഹിത വായ്പ. നാട്ടിൽ തൊഴിലില്ലാത്തവർക്കും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും, സ്വന്തമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും, തൊഴിലെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ആനുകൂല്യം, ഈ 5 ലക്ഷം വരെ പലിശയില്ല വായ്പ അനുവദിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു തുടക്കം തന്നെയായിരിക്കും ഓരോ തൊഴിലന്വേഷകർക്കും. അവരുടെയൊക്കെ ഭാവി സുരക്ഷിതമാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ക്ഷേമ പെൻഷൻ അർഹരായവർക്ക് 3000 രൂപയാക്കി ഉയർത്തുമെന്നാണ് UDF സർക്കാരിൻ്റെ വാഗ്ദാനം. കൂടാതെ അത് കൃത്യസമയത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് എന്നും അവർക്കൊക്കെ കിട്ടുന്നുണ്ട് എന്നും UDF സർക്കാർ വിലയിരുത്തുമെന്നും പറയുന്നു. അങ്ങനെ കൃത്യമായിട്ട് അവർക്ക് കിട്ടാനുള്ള പെൻഷൻ അവരുടെ കയ്യിൽ എത്തിച്ചേരുകയാണെങ്കിൽ മറിയമ്മ ചേട്ടത്തിയെ പോലെ ചട്ടിയെടുത്ത് ആരും തെരുവിൽ പിച്ച തണ്ടാൻ ഇറങ്ങില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. UDF സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ വാഗ്ദാനങ്ങളും നമ്മുടെ സമൂഹത്തിന് നന്മ വരുത്തുന്നതും നല്ലത് വരുത്തുന്നതും തന്നെയാണ്. ഈ വാഗ്ദാനങ്ങളെല്ലാം പ്രാവർത്തികമാക്കിയ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF കൊടുത്ത വാഗ്ദാനം UDFൻ്റെ തലയിൽ തിളങ്ങുന്ന ഒരു പൊൻതൂവൽ തന്നെയായിരിക്കും. തുടർ ഭരണത്തിലേക്കുള്ള ഒരു പൊൻതൂവൽ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.